രാധേ കൃഷ്ണ. ജയ് ശ്രീറാം. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് സ്വാഗതം. ആധ്യാത്മ രാമായണത്തിൽ ആരണ്യകാണ്ഡത്തിൽ വളരെ കുറഞ്ഞ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നുള്ളൂവെങ്കിലും നിഷ്കാമ ഭക്തിയും നിഷ്കളങ്ക ഭക്തിയും കൊണ്ട് ഭക്തരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരു സ്ത്രീ കഥാപാത്രം. തൻ്റെ ഗുരുഭൂതന്മാരായ മാതംഗാദി താപസന്മാർ സഹസ്രാബ്ദങ്ങൾ തപം ചെയ്തിട്ടും ലഭിക്കാത്ത മഹാഭാഗ്യം ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദർശനത്തിലൂടെ ഹീനജാതിയിൽപ്പെട്ട വലിയ ജ്ഞാനി ഒന്നുമല്ലാത്ത വെറുമൊരു കാട്ടാള പെണ്ണായ ഈ സ്ത്രീക്ക്, ആ മഹാപുണ്യവതിക്ക് ലഭിക്കുകയാണ്. ഇന്ന് കർക്കിടക മാസത്തിലെ ഈ പുണ്യവേളയിൽ നമുക്ക് ഒരുമിച്ച് ആ സ്ത്രീയുടെ കുടിലേക്ക് പോകാം. അവിടെ ഭക്തിയുടെ യഥാർത്ഥാർത്ഥം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മെ തന്നെ പഠിപ്പിക്കുന്ന ആ ദിവ്യ നിമിഷം അനുഭവിക്കാം. രാധേ കൃഷ്ണ. ജയ് ശ്രീറാം. കാലങ്ങൾക്ക് മുമ്പ് ദണ്ഡകാരണ്യത്തിലെ ഒരു വനഗ്രാമത്തിൽ ആദിവാസി ബീഡ സമുദായത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവളുടെ പേര് ശബരി. അവൾ ശബരഗോത്രത്തിൽ ജനിച്ചതുകൊണ്ടാണ് പിന്നീട് അവൾ ശബരി എന്ന് അറിയപ്പെട്ടത്. ബാല്യകാലം മുതൽ തന്നെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു ശബരിയുടേത്. അപ്പോൾ ആദിവാസി സമൂഹമല്ലേ, മറ്റുള്ളവർ വേട്ടയാടാൻ പോകുമ്പോൾ അവൾ മുറിവേറ്റ മാൻകുട്ടികളെ ശുശ്രൂഷിച്ചും പക്ഷിക്കുഞ്ഞുങ്ങൾ താഴെ വീണാൽ കരുതലോടെ എടുത്ത് കൂട്ടിൽ വയ്ക്കും. മൃഗങ്ങളെ കണ്ടാൽ അവൾക്ക് കരുണ തോന്നും. അങ്ങനെ കാലം കടന്നു. അവൾ യൗവനയുക്തയായി. അവളുടെ വിവാഹം നിശ്ചയിക്കപ്പെടുകയാണ്. ഗോത്രാചാരം അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് വലിയൊരു ആഘോഷത്തിനായി ധാരാളം ആടുകളെയും മാനുകളെയും ബലിയർപ്പിക്കുവാൻ കുടുംബം തീരുമാനിച്ചു. അങ്ങനെ ആ രാത്രി വന്നു ചേർന്നു. ആ രാത്രി കെട്ടിയിട്ടിരിക്കുന്ന മൃഗങ്ങളുടെ കരച്ചിൽ അവൾ കേൾക്കുകയാണ്. അവൾ ഓരോന്നിൻ്റെയും കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ മനസ്സ് തകർന്നു. എൻ്റെ സന്തോഷത്തിനു വേണ്ടി ഇത്രയും ജീവൻ നഷ്ടപ്പെടുത്തണോ? അവൾ ചിന്തിക്കുകയാണ്. ജീവജാലങ്ങളോട് അളവറ്റ കരുണയുണ്ടായിരുന്ന ശബരി ആ വിവാഹ ചടങ്ങിൽ നടക്കാൻ പോകുന്ന ഈ ജീവഹിംസയിൽ മനംനൊന്ത് ആ രാത്രി തന്നെ ആരോടും ഒന്നും പറയാതെ അവൾ വീട് വിട്ടിറങ്ങുകയാണ് കാട്ടിലേക്ക്. കാടും കാട്ടിലെ ഇരുട്ടും ആ കാട്ടുമൃഗങ്ങളുടെ ശബ്ദവും അവളെ പേടിപ്പെടുത്തി. എങ്കിലും അവൾ മുന്നോട്ട് നടന്നു. ദിവസങ്ങളോളം വിശപ്പും ദാഹവും അവളെ തളർത്തിയെങ്കിലും അവൾക്ക് ഉറച്ചൊരു തീരുമാനമുണ്ടായിരുന്നു. ആർക്കും ദുഃഖം വരാത്ത ഒരു ജീവിതം നയിക്കണം. അങ്ങനെ അലഞ്ഞു നടക്കുകയാണവൾ. അങ്ങനെ കാടുകളിലൂടെയും മലനിരകളിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ അവൾ പമ്പാ സരസിന് സമീപമുള്ള മാതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ തപസ്സികളും മഹർഷിമാരും വസിക്കുന്ന ആ പുണ്യസ്ഥലത്ത് പ്രവേശിക്കാൻ അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥകളും നിയമങ്ങളും അവളെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ മഹർഷിമാരെ സേവിക്കണമെന്ന അവളുടെ തീവ്രമായ ആഗ്രഹം അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. ശബരി ആരും കാണാതെ എല്ലാവരും ആ ഉറങ്ങുന്ന അർദ്ധരാത്രി സമയത്ത് ആശ്രമത്തിലെ മുറ്റമടിക്കുകയും വഴികളിലെ കല്ലുകളും മുള്ളുകളും ഒക്കെ നീക്കം ചെയ്യുകയും മഹർഷിമാർക്ക് ആവശ്യമായ വിറകും പൂക്കളും വെള്ളവും ഒക്കെ ശേഖരിച്ചു വെക്കുക പതിവാക്കി. ദിനം പ്രതി ആശ്രമത്തിൽ നടക്കുന്ന ഈ രഹസ്യ ശുശ്രൂഷകൾ ആരാണ് ചെയ്യുന്നതെന്നറിയാൻ ഒരു ദിവസം ശിഷ്യന്മാർ ഒളിച്ചിരുന്ന് നോക്കി കണ്ടുപിടിക്കുകയാണ്. അത് ചെയ്യുന്നത് ശബരിയാണെന്ന് മനസ്സിലാക്കി അവളെ പിടികൂടി ദേഷ്യത്തോടു കൂടി അവളെ ശകാരിക്കുകയാണ്. ആശ്രമം അശുദ്ധമാക്കുന്നോ എന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ വിവരമറിഞ്ഞ് അവിടെ എത്തിയ മാതംഗ മഹർഷി
അവളുടെ ആ ശബരിയുടെ കണ്ണീരൊഴുകുന്ന മുഖത്തെ നിഷ്കളങ്കമായ ആ ഭക്തിയും ആത്മാർത്ഥതയും തിരിച്ചറിഞ്ഞ് ആ നിസ്വാർത്ഥമായ സേവനത്തിൽ അസംപ്രീതനായിട്ട് മഹർഷി അവളെ തൻ്റെ ശിക്ഷയായിട്ട് സ്വീകരിക്കുകയാണ്. കൂടാതെ അവിടെ താമസിക്കാൻ അനുവാദവും കൊടുത്തു. അങ്ങനെ കുറേ കാലം മാതംഗ മഹർഷിയോടൊപ്പം താമസിച്ച് വിദ്യാപ്രാപ്തി നേടിയ ശബരിക്ക് മഹർഷിയുടെ അന്ത്യകാലത്ത് അദ്ദേഹം അതിപ്രധാനമായിട്ടുള്ളൊരു വരം നൽകുകയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ശബരി നോക്കൂ, ഒരിക്കൽ ശ്രീരാമചന്ദ്രൻ ഈ ആശ്രമത്തിലേക്ക് എഴുന്നള്ളും. അന്നേ ദിവസം നിനക്ക് അദ്ദേഹത്തിൻ്റെ ദർശനവും മോക്ഷവും ലഭിക്കും. ഗുരുവിൻ്റെ ആ വാക്കുകളെ വേദവാക്യമാക്കി സ്വീകരിച്ച് ശ്രീരാമചന്ദ്രന്റെ വരവും കാത്ത് ശബരി ആ ആശ്രമത്തിൽ ഭക്തിയോടുകൂടി കഴിഞ്ഞുകൂടി. അങ്ങനെ കാലം കടന്നുപോയി. ശബരിയുടെ മുടി നരച്ചു, കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞു, കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. എന്നാലും ഒരു കാര്യം മാത്രം മാറ്റിയില്ല, അവളുടെ പ്രതീക്ഷ. ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് അവൾ പറയും, ഗുരുദേവ, ഇന്നെൻ്റെ രാമൻ വരുമോ? ആശ്രമത്തിലെ വഴികളെല്ലാം തൂത്ത് വൃത്തിയാക്കും, പൂക്കളും പഴങ്ങളും ശേഖരിച്ചു വെക്കും. വീണ്ടും സന്ധ്യയാകും, രാമൻ വന്നില്ല. എന്നാലും അവൾ പറയും, നാളെ വരും. അങ്ങനെ അന്നൊരു പ്രഭാതം കാട്ടിലെ പക്ഷികൾ പതിവിലും മധുരമായിട്ട് പാടി. കാറ്റിനൊരു പ്രത്യേക സുഗന്ധം. മരങ്ങളിലെ ഇലകൾ പോലും സന്തോഷത്തോടുകൂടി ഇളങ്ങുന്നത് പോലെ ശബരിയുടെ ഹൃദയം ശക്തിയായി വെടിക്കാൻ തുടങ്ങി. ഇന്ന് എന്തോ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ നോക്കൂ, ദൂരെ നിന്ന് 2 രാജകുമാരന്മാർ നടന്നു വരുന്നത് അവൾ കാണുകയാണ്. ഒരാളാണെങ്കിലോ നീലമേഘത്തിന്റെ നിറമുള്ളവൻ, സുന്ദരൻ. മറ്റേയാൾ തേജസ്സുള്ളൊരു യുവാവ്. ശബരി അവരെ കണ്ടു, ഓടിച്ചെല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വയസ്സ് അവളെ അതിന് അനുവദിക്കുന്നില്ല. എന്നാലും അവള് ഹൃദയം കൊണ്ട് ഓടുകയാണ്. രാമൻ ശബരിയെ കണ്ടു. ശബരി രാമനെ കാണുകയാണ്. ആ വയോധിക സ്ത്രീയുടെ കണ്ണുകളിൽ നിന്ന് വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. അവളുടെ മുഖത്ത് ക്ഷീണമുണ്ട്, പക്ഷേ എന്തെന്നില്ലാത്ത പ്രകാശം മുഖത്ത്. അവിടെ ഉള്ളിൽ നിന്ന് ഒരു ആനന്ദ കടലങ്ങനെ പൊട്ടിപ്പുറപ്പെടുകയാണ്. ശ്രീരാമൻ അവളെ നോക്കി പുഞ്ചിരിക്കുകയാണ്. ശബരിയുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന്റെ പ്രതിഫലമായിരുന്നു ആ പുഞ്ചിരി. അവൾ ആനന്ദ നിർവൃതിയിൽ ഒരു നിമിഷം സ്വയം മറന്നു നിന്നു. പെട്ടെന്ന് ഒരു ഉൾപ്രേരണ എന്നോണം അവൾ രാമന്റെ പാദങ്ങളിലേക്ക് അങ്ങോട്ട് വീണു. ആ അമ്മ കണ്ണുനീർ കൊണ്ട് ആ പാദങ്ങൾ കഴുകി. ഇവിടെയാണ് വാൽമീകി രാമായണത്തിന്റെ സൗന്ദര്യം. ശ്രീരാമൻ ചോദിച്ചില്ല, അമ്മേ സുഖമാണോന്ന്. അദ്ദേഹം ചോദിച്ചത്, അമ്മേ നിന്റെ തപസ് സഫലമായോ എന്നാണ്. നിനക്ക് നിന്റെ മനസ്സിന് ശാന്തിയുണ്ടോ? നിന്റെ ഗുരുസേവയൊക്കെ പൂർണ്ണമായോ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറയുന്നത് ആത്മീയ ജീവിതത്തിന്റെ വിജയമാണ് യഥാർത്ഥ വിജയം. ശബരി ഒരു ഇല വിരിച്ചു ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണകുമാരനെയും ഇരുത്തി. എന്നിട്ട് പമ്പാസരസിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധജലം കൊണ്ട് അവരുടെ പാദങ്ങളൊക്കെ കഴുകി. എന്നിട്ട് അതിലില്ലാത്ത സന്തോഷത്തോടെയും ഭക്തിയോടെയും ശബരി നിവേദിക്കാനായി സൂക്ഷിച്ച് കുറെ പഴങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പഴങ്ങൾ ഭഗവാന് നൽകി സൽക്കരിച്ചു. പഴങ്ങൾ ഓരോന്നും നല്ലതാണോ എന്ന് രുചിച്ചു നോക്കി, ഇങ്ങനെ കടിച്ച് പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് ആ ഭക്ത രാമന് സമർപ്പിച്ചത്. താൻ കടിച്ച പഴങ്ങൾ ഭഗവാന് നിവേദിക്കാൻ പറ്റില്ലെന്നുള്ള അറിവ് പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഭഗവാൻ പഴങ്ങൾ ആർദ്രതയോടെ വാങ്ങി രുചിയോടെ ഭുജിച്ച് ആ പുണ്യവതിയെ അനുഗ്രഹിച്ചു. എന്നിട്ട് ശബരിയോടായി പറഞ്ഞു, പുരുഷ സ്ത്രീ ജാതി നാമശ്രമാദികളല്ല, ദൃഢമായ ഭക്തിയാണ് മുക്തിക്ക് കാരണമായിട്ടുള്ളത്.
എന്നിട്ട് ശബരിയുടെ നിസ്വാർത്ഥമായ ഭക്തിയിൽ പ്രസാദിച്ച ശ്രീരാമചന്ദ്ര പ്രഭു അവൾക്ക് മോക്ഷപ്രാപ്തിക്കായി നവവിധ ഭക്തി ഉപദേശിച്ചു നൽകി. ഭഗവാൻ ഉപദേശിച്ചത് ഇപ്രകാരമായിരുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ. നമ്മൾ ഓരോ കഥ കേൾക്കുമ്പോഴും ആ കഥയ്ക്കുള്ളിൽ ഒരു സത്തുണ്ട്, ഒരു അമൃതുണ്ട്. ആ അമൃത് നുകർന്നാൽ മാത്രമേ നമ്മൾക്ക് ആ കഥ കേട്ടത് കൊണ്ടുള്ള ആ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുമുള്ളൂ. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ. കൂടാതെ ഭഗവാന്റെ നാമം എഴുതി കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ജയ് ശ്രീറാം. ശ്രീരാമ ചന്ദ്രകൃപാനു ഭജമാന ഹരണ ഭവഭയ ദാരുണം ശ്രീരാം ശ്രീരാം. നവവിധ ഭക്തി ഇപ്രകാരമാണ്: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യാ ആത്മനിവേദനം. അപ്പോൾ ഒന്നാമത്തേത് സത്സംഗമാണ്. അതായത് ഭഗവാനെ സ്നേഹിക്കുന്നവരുടെ കൂടെ ജീവിക്കുക. മനുഷ്യൻ ആരോടൊപ്പമാണ് സഹകരിക്കുന്നത് അവരെ പോലെയാകുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് ഭക്തരുടെ കൂട്ടുകെട്ട് ജീവിതത്തെ തന്നെ മാറ്റും. നല്ല സുഹൃത്തുക്കൾ, നല്ല പുസ്തകങ്ങൾ, നല്ല പ്രഭാഷണങ്ങൾ, ഇവയെല്ലാം സത്സംഗങ്ങളാണ്. രണ്ടാമത്തേത് കഥാശ്രവണം. ഭഗവാന്റെ ലീലാവിശേഷങ്ങളും കഥകളും ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഭഗവാന്റെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുക. രാമായണം, ഭാഗവതം, മഹാഭാരതം ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് ശുദ്ധമാകും, ശാന്തമാകും അല്ലേ? അതുകൊണ്ടാണ് കർക്കിടകത്തിൽ രാമായണം കേൾക്കുന്നത് പുണ്യമാണെന്ന് പറയുന്നത്. 3. ഗുരുസേവ. ഗുരുവിനെ സേവിക്കുക. ശബരി ചെയ്തതും ഇത് തന്നെയാണ് അല്ലേ? 4. ഭഗവാന്റെ ഗുണങ്ങൾ പാടുക. ഭഗവാന്റെ മഹിമ പറയുക, കീർത്തനം ചെയ്യുക, മറ്റുള്ളവരോട് പങ്കുവെക്കുക. അതുകൊണ്ടാണ് അല്ലേ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിങ്ങനെ ശാന്തമാകുന്നത് അല്ലേ? അടുത്തത് നാമജപം. ഏത് നാമവും ഭക്തിയോട് ജപിച്ചാൽ മതി, ഇത് മനസ്സിനെ ശുദ്ധമാക്കും. അടുത്തത് ഇന്ദ്രിയ നിയന്ത്രണം. കോപം, അസൂയ, അഹങ്കാരം ഇവയെ നിയന്ത്രിക്കാൻ പഠിക്കുക. ഭക്തി സ്വഭാവത്തിലും ഉണ്ടാകണം അല്ലേ? 7. എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനെ കാണുക. ഇതാണ് ഏറ്റവും വലിയ ഭക്തി. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, രോഗിയെ സഹായിക്കുക, മൃഗങ്ങളെ സ്നേഹിക്കുക, ഹിംസ ചെയ്യരുത്. ശബരി മൃഗങ്ങളോട് കരുണ കാണിച്ച കഥ നമുക്കറിയാം അല്ലേ? ഇതെല്ലാം ഭഗവാനെ സേവിക്കുന്നതാണ്. അടുത്തത് കിട്ടുന്നതിൽ സംതൃപ്തി അടയുക. എപ്പോഴും പരാതിപ്പെടരുത്. ഭഗവാൻ തന്നതിൽ നന്ദിയോടെ ജീവിക്കുക. ഇന്നത്തെ മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്, ഒന്നിലും സംതൃപ്തി കിട്ടുന്നില്ല അല്ലേ? അടുത്തത് അതായത് നവവിധ ഭക്തിയിലെ അവസാനത്തെ ഭാവം, പൂർണ്ണ സമർപ്പണം. ഭഗവാനെ, എൻ്റെ ജീവിതം അങ്ങയുടെ കൈകളിലാണ്. ഈ ഒരു വിശ്വാസം, ഇതാണ് ശബരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. അവർ വർഷങ്ങളോളം കാത്തിരുന്നു അല്ലേ? ഒരിക്കൽ പോലും ചിന്തിച്ചില്ല രാമൻ വരില്ല എന്ന് അല്ലേ? അപ്പോൾ ഈ 9 ഭക്തികളിൽ ഒരെണ്ണമെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ ഞാൻ അവൻ്റെ ഹൃദയത്തിൽ വസിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. കൂടാതെ ഈ 9 മാർഗങ്ങളിൽ ഏതൊരെണ്ണം പൂർണ്ണ മനസ്സോടെ അനുഷ്ഠിച്ചാലും ജീവന് പരമപദം പ്രാപിക്കാമെന്ന് ശ്രീരാമചന്ദ്ര പ്രഭു ശബരിക്ക് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ ശ്രീരാമനിൽ നിന്നും ആ ദിവ്യോപദേശം ശ്രവിച്ച ശബരിയുടെ ജന്മം ധന്യമായി. ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവൾ തൻ്റെ ലൗകിക ശരീരത്തെക്കുറിച്ച് അബോധവതി അല്ലാതായി മാറുകയാണ്. തുടർന്ന് അവൾ യോഗാഗ്നി സൃഷ്ടിച്ച് സ്വന്തം ശരീരം അതിൽ ദഹിപ്പിച്ചു. ദിവ്യമായ ഒരു തേജസ്സായി മാറി. തൻ്റെ ഭക്തിയുടെ ശക്തിയിൽ അവൾ പാപമുക്തിയായി. സർവ്വലോകങ്ങളും പ്രകാശമാനമാക്കിക്കൊണ്ട് ആ ഉത്തമമായ മോക്ഷം പ്രാപിക്കുകയും വൈകുണ്ഠത്തിലേക്ക് ഗമിക്കുകയും ചെയ്തു.
ശബരി ഭസ്മമായി മാറിയ ഈ പുണ്യസ്ഥലത്താണ് പിന്നീട് ഭസ്മക്കുളമുണ്ടായത്. ശബരിമല സന്നിധാനത്ത് എത്തുന്ന ഭക്തർ 18-ാം പടി കയറുന്നതിന് മുൻപായി ഈ ഭസ്മക്കുളത്തിൽ മുങ്ങി ദേഹശുദ്ധി വരുത്തുന്നത് ഒരു പ്രധാന ആചാരമാണ്. ഈ കുളത്തിലെ സ്നാനം പാപനാശനവും പുണ്യകരവുമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. ശ്രീരാമചന്ദ്രൻ ശബരിക്ക് മോക്ഷം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായി ശബരി തപസ് ചെയ്ത ആ മലനിരകൾക്ക് ശബരിമല എന്നും പിന്നീട് പേര് വന്നു എന്നാണ് ഐതിഹ്യം. ഭക്തർ ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി ഒരു ചുവട് ഭഗവാനിലേക്ക് വയ്ക്കുമ്പോൾ ഭഗവാൻ 100 ചുവട് വെച്ച് ഭക്തന്റെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. ഭക്തി എന്താണെന്ന് ശ്രീരാമചന്ദ്ര പ്രഭു ലോകത്തിന് കാണിച്ചു തന്ന നിമിഷമാണിത്. ജാതി ഗോത്രഭേദങ്ങളെക്കാൾ ഭക്തിയുടെ ശുദ്ധിയാണ് ഈശ്വരന് പരമപ്രധാനം എന്ന വലിയ സന്ദേശമാണ് ഈ കഥ നൽകുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിലും ജാതി വ്യവസ്ഥയിലും അപാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സാധാരണ ഗോത്രവർഗ സ്ത്രീക്ക് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ മോക്ഷം നൽകുന്ന രംഗം രാമായണത്തിലെ ഏറ്റവും ശക്തമായ സമത്വത്തിൻ്റെയും മാനവികതയുടെയും സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഭഗവാന്റെ നാമം എഴുതി കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. പൊന്നുഗുരുവായൂരപ്പൻ്റെയും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയും സീതാമാതാവിൻ്റെയും ലക്ഷ്മണകുമാരൻ്റെയും ആഞ്ജനേയ സ്വാമിയുടെയും രാധാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീറാം.